വയനാട് പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ തുടരുന്നതിനിടെ RRT അംഗത്തിന് നേരെ കടുവയുടെ ആക്രമണം. RRT അംഗം ജയസൂര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലാണ് സംഘം സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, കടുവയുടെ ആക്രമണത്തിൽ ഒരു RRT സംഘത്തിന് പരിക്കേറ്റിരിക്കുന്നു എന്ന് പറയുന്നു. കടുവയെ എവിടെ വെച്ചാണ് ഇത്തരത്തിൽ അവർക്ക് പിടികൂടാനായിട്ട് സാധിച്ചത്? പരിക്കേറ്റ ജയസൂര്യയുടെ ആരോഗ്യനില ഏത് രീതിയിലാണ്? സ്വാതി, ഇന്ന് രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് 8 പേരടങ്ങുന്ന 10 അംഗ സംഘം ഈ മലയിലേക്ക് തിരിച്ചിട്ടുള്ളത്. അതായത് ഈ കഴിഞ്ഞ ദിവസം കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീടിന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിയിരുന്നത് ഈ സംഘം. അതിന് സമീപത്തു നിന്നാണ് ഇപ്പോൾ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് പറയുന്നത്. മാനന്തവാടി RRT ക്യാമ്പിലെ ജയസൂര്യയ്ക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അവരെ ഇനിയും വനത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കാരണം വാഹനം പോകുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് വനമന്ത്രി തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അതിനിടെയാണ് അയാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ ആശങ്കയുണ്ട്. ആ ആശങ്ക എല്ലാം ഏത് വിധത്തിലുള്ളതാണ് എന്നുള്ളത് നോക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിദഗ്ധ സംഘവും ഇപ്പോൾ ആ പരിക്കേറ്റ കടുവയുടെ ആക്രമണം നേരിട്ട ജയസൂര്യയുടെ ആ സംഘത്തിനടുത്തേക്ക് പോയിരിക്കുകയാണ്. വളരെ ഗുരുതരമായ പരിക്കുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നടപടികളിലേക്ക് എത്തിയിട്ടില്ല. അവർ ഇപ്പോഴും ആ വനത്തിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. മാധ്യമങ്ങളെല്ലാം ഒരു വഴിയിൽ ഇപ്പോൾ താൽക്കാലികമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം അങ്ങോട്ട് പോകാൻ അനുവാദമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു സുരക്ഷയുടെ ഭാഗമായിട്ട് കൂടി തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഇന്ന് രാവിലെ ആണ് തെരച്ചിൽ പ്രവർത്തനം ഊർജിതമാക്കിയത്. അതായത് മയക്കുവെടി വെക്കുന്നതിനും ഇല്ലെങ്കിൽ നേരിട്ട് ഷൂട്ട് ചെയ്യുന്നതിനും ഉൾപ്പെടെയുള്ള എല്ലാ സർവ്വസന്നാഹവുമായിട്ടാണ് 10 ടീമുകളായി 8 അംഗങ്ങളുള്ള 10 ടീമുകൾ 80 പേരടങ്ങുന്ന സംഘം ഈ മലയുടെ വിവിധ ഭാഗങ്ങളിൽ, പഞ്ചാരക്കൊല്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി തിരിച്ചത്. ആ തിരിച്ചതിലെ ഒരു സംഘത്തിലെ 8 പേരടങ്ങുന്ന ഒരു സംഘത്തിലെ ആണ് ജയസൂര്യ ഉള്ളത്. ആ ജയസൂര്യയ്ക്കാണ് പതിയിരിക്കുന്ന കടുവയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പഞ്ചാരക്കൊല്ലി ബേസ് ക്യാമ്പിൽ നിന്നും അരുൺ സഖറിയും ഉയർന്ന ഉദ്യോഗസ്ഥരും വളരെ പെട്ടെന്ന് അങ്ങോട്ട് തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് ഒരാൾക്ക് എന്നുള്ള വിവരം മാത്രമാണ് ലഭിച്ചത്. പിന്നീട് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് കടുവയുടെ ആക്രമണം തന്നെ ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഔദ്യോഗിക സ്ഥിരീകരണം വരാനുണ്ട്. പക്ഷേ വനം മന്ത്രി പറഞ്ഞത് ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഏത് ആക്രമണമാണ് എന്നുള്ളത് പരിശോധിച്ചു വരുന്നു എന്നാണ് വനം മന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഏറെ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇത്തരം. റേഞ്ച് ഓഫീസർ രജിത് കുമാർ ഇവിടെയുണ്ട്. രജിത് കുമാർ തന്നെ അദ്ദേഹവും അതിനെക്കുറിച്ച് വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഈ തെർമൽ സ്കാനറും അതുപോലെ തന്നെ തെർമൽ ക്യാമറ ഉൾപ്പെടെയുള്ള വിശദമായ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സംഘം തന്നെ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള ഒരു വലിയ സംഘത്തിന്റെ പരിശോധന തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വഴി ഒഴിവാക്കി തരുവാണെങ്കിലും എല്ലാം നടക്കും. ആ പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് റേഞ്ച് ഓഫീസർ രജിത് കുമാറും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള വ്യക്തത ഇനിയും വരാനുണ്ട്. അവർ എല്ലാവരും വനത്തിൽ തന്നെയാണുള്ളത്. അവിടെ നിന്നും ഇങ്ങോട്ട് വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണത്തിന് കാത്തിരിക്കുകയാണ് റേഞ്ച് ഓഫീസറും. എന്തായാലും ഈ നിലവിലെ സാഹചര്യം വിശദമായി പരിശോധിക്കുന്നത് തന്നെയാണ് റേഞ്ച് ഓഫീസറും പറഞ്ഞത്. എന്തായാലും ഇവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് രാവിലെയാണ് 80 പേരടങ്ങുന്ന സംഘം വിവിധ മേഖലകളിലേക്ക് തിരിച്ചത്. അതിൽ 4 വെറ്റിനറി ഡോക്ടർമാരുൾപ്പെടെ അതുപോലെ തന്നെ മയക്കുവെടി വെക്കുന്നതിനുള്ള വിദഗ്ധർ ഉൾപ്പെടെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയ സംഘത്തെ വനമേഖലയുടെ പഞ്ചാരിക്കലും വനമേഖലയുടെ
അവർ താഴേക്ക് വരുന്നുണ്ട്. അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കുക പ്ലീസ്. RRT സ്റ്റാഫിനാണ് പറ്റിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് ജയസൂര്യ എന്നാണ് അറിയുന്നത്. അത് കൃത്യമായിട്ട് അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനമാണ്. ഒന്ന് സഹകരിക്കുക, എല്ലാവരും ഒന്ന് സഹകരിക്കുക പ്ലീസ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു RRT അംഗത്തിന് പരിക്കേറ്റിട്ടുണ്ട്. മാനന്തവാടി RRT ക്യാമ്പിലുള്ള ജയസൂര്യക്കാണ് പരിക്കേറ്റതെന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട നടപടികളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അത് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യാനുള്ളത്. അത്തരം ആശുപത്രിക്ക് എത്തിക്കണമെങ്കിൽ തന്നെ കൂടുതൽ നേരം വനത്തിനുള്ളിൽ നിന്നും കൊണ്ടുവരേണ്ടതുണ്ട്. വാഹനങ്ങൾ പോകുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുക തന്നെയാണ് ഇപ്പോൾ പഞ്ചാരക്കുലി വനമേഖലയിലുള്ളത്. സ്വാതി.